മംഗലാപുരത്ത് ബീഫാമിന് പഠിക്കുന്ന പെൺകുട്ടി കോഴിക്കോട് ബഷീറുദ്ദീൻ എന്ന ഒരു ജിം ട്രെയിനറുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത് കാണപ്പെട്ടു. പെൺകുട്ടിയും ജിം ട്രെയിനർ ബഷീറുദ്ദീനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിൽ പരിചയമുണ്ട്. വീട്ടുകാർക്ക് അത് അറിയില്ല. പെൺകുട്ടി മംഗലാപുരത്ത് ബീഫാമിന് പഠിക്കുന്ന കുട്ടിയാണ്. 21 വയസ്സുണ്ട്. ഐഷ എന്നാണ് കൊച്ചിൻ്റെ പേര്. ഐഷ റിഷ എന്നാണ് ആ പെൺകുട്ടിയുടെ മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയും ഈ ബഷീറുദ്ദീൻ എന്ന ജിം ട്രെയിനറുമായിട്ട് അടുപ്പമായി. രഹസ്യ ബാന്ധവും ഉണ്ട്. വീട്ടുകാർ അറിഞ്ഞില്ല. അത്തോളിയിലുള്ളതാണ് ആ പെൺകുട്ടി. എരഞ്ഞിപ്പാലത്ത് ആണ് ആ പെൺകുട്ടിയുടെ വീട്. അത്തോലിക്കടുത്താണ്. സുഹൃത്തിൻ്റെ വീട്ടിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. അയാള് പെട്ടെന്ന് അവരെ ആ തൂക്കത്തിൽ നിന്ന് അഴിച്ചെടുത്ത് കോഴിക്കോട് അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ ആദ്യം ചെന്ന് പെൺകുട്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോഴേ ഭർത്താവാണ് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അതിൽ നിന്ന് പതുക്കെ മാറി തൻ്റെ സുഹൃത്താണ്, പെൺസുഹൃത്താണ് എന്നും പറയേണ്ടി വന്നു. അവർ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ഉടൻ വിവരം അറിയിച്ചു. പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തി. ഈ ബഷീറുദ്ദീൻ എന്ന ആളുടെ വാടക വീട്ടിലാണ് ഈ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നത്. ഈ പെൺകുട്ടിയെ ഇയാളുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് അടുപ്പമുണ്ട്. അയാൾ പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. ചെരവ് കൊണ്ടൊക്കെ ഈ വീട്ടിൽ വരുമ്പോൾ അടിക്കുമെന്ന് പറയുന്നു. ആ പെൺകുട്ടിയെ സുഹൃത്തുക്കളുടെ അടുത്ത് ഇത് കൺവേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇയാൾ നിത്യമായിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദ്രവമാണോ എന്ന് സംശയം. കാര്യം കഴിഞ്ഞു. പെൺകുട്ടിയുടെ ഫോട്ടോ പല രീതിയിലെടുത്ത് അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇയാൾ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അയാളെ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് കുട്ടിക്ക് ബോധ്യമായിട്ടുണ്ടാവണം. കഴിഞ്ഞ 3 ദിവസമായി ഈ ജിമ്മ് ട്രെയിനറുടെ വാടക വീട്ടിൽ ഈ പെൺകുട്ടിയുണ്ട്. 3-ാം ദിവസം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. നടക്കാവ് പോലീസ് കേസെടുത്ത് ഇനി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേ യഥാർത്ഥത്തിൽ ഇയാൾ കൊന്നതാണോ കെട്ടിത്തൂക്കിയതാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്കിനി മനസ്സിലാവുകയുള്ളൂ. ഐഷ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു. 21 വയസ്സുണ്ട്. ഇങ്ങനെ അവിവേകത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തികൾ മലയാളത്തിലെ പല പെൺകുട്ടികൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. വിവരവും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് ഇതുപോലെയുള്ള ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിൽ ചെന്നെത്തുന്ന രീതിയിൽ സഞ്ചരിക്കുന്നത്. വീട്ടുകാർ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി അപകടം തന്നെയാണ്. വിവരവും വിദ്യാഭ്യാസമുള്ള ഇതുപോലെ 21 വയസ്സുള്ള പെൺകുട്ടി അവിഹിത ബന്ധങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടുകാരറിയാത്ത ആ രീതിയിലുള്ള ബന്ധങ്ങൾ അപകടം മണക്കുന്നുണ്ട്. അപ്പം തന്നെ അത് വീട്ടുകാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കരുതിക്കോളൂ, അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെയുള്ളവന്മാർ ചതിക്കും. ഈ രഹസ്യ ബാന്ധവമായിട്ട് നടത്തുന്ന ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ 2 പേരും കൂടെ ആത്മഹത്യ ചെയ്യാം. 20, 21, 22 വയസ്സിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള വിവരക്കേട് കാണിക്കരുത് വിദ്യാഭ്യാസമുള്ളവർ. പ്രത്യേകിച്ച് ഒരു ഗ്രാജുവേഷൻ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ പെൺകുട്ടിയാണ്. വിവരവും വിദ്യാഭ്യാസമുള്ളവർ ഈ രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് പോകരുത്. ധാരാളം കുട്ടികൾ കോഴിക്കോട് തന്നെ നേരത്തെ ഒരു സ്കൂളിലെ 10ാം ക്ലാസ് 11ാം ക്ലാസ്സിലെ പെൺകുട്ടി ഇതുപോലൊരു അഭിഹിത ബന്ധം ഉണ്ടായി. അയാൾ പലർക്കും കാഴ്ചവെച്ച കുട്ടിയെ അവസാനം അത് സൂയിസൈഡ് ചെയ്തു. അതുപോലെ ധാരാളം സംഭവങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ കുട്ടികൾ പാഠം പഠിക്കുന്നില്ല, അല്ലെ വീട്ടുകാർ പാഠം അവരെ പഠിപ്പിക്കുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ പത്രം വായിച്ചാലും ചാനൽ കണ്ടാലും യൂട്യൂബ് കണ്ടാലും ഒക്കെ ശരി ഇതുപോലെയുള്ള വാർത്തകൾ മനസ്സിലാക്കണം. അങ്ങനെ ചെന്ന് ചാടരുത്. ധാരാളം ആൾക്കാർ, വിവാഹിതരായ പല സ്ത്രീകളും അത് അവർ മറ്റുള്ളൊരു അവിഹിത ബന്ധത്തിലേക്ക് ചാടി അതൊരു കൊലപാതകത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യും. ആ 2-3 ആ കുടുംബങ്ങളെല്ലാം നശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ലിവിങ് ടുഗദർ ഒക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. പല സ്ത്രീകളും മറ്റുള്ളവരുടെ വസതിയിലേക്ക് പോയി അവിടെ കൊല്ലപ്പെടുന്ന കാഴ്ച ധാരാളം കണ്ടു. ധാരാളം ദൈനംദിന ഇതുപോലെ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇയാള്
ബ്ലാക്ക് മെയിൽ ആ പെൺകുട്ടിയെ ചെയ്തു. അങ്ങനെ ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടു. അയാൾക്ക് ഇയാളെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ല. ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെലവ് കൊണ്ട് വരെ അടിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. സ്ഥിരമായിട്ട് ആ പെൺകുട്ടിയെ മർദ്ദിക്കുമായിരുന്നു ഇയാള്. ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണത്. പക്ഷേ പെൺകുട്ടി ചെന്ന് ചാടിപ്പോയി, അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയി ഇയാളുടെ കയ്യിൽ. അവർക്ക് കാര്യം മനസ്സിലായി. വെളിയിൽ പറയാനൊക്കില്ല. ആ അത്തോളിയിലുള്ള തൻ്റെ വീട്ടിലറിയിക്കാൻ പറ്റൂല. അവരോട് പറയാൻ സ്വയം ഒരു തീരുമാനം എടുത്തു. അവസാനം നിവൃത്തിയില്ലാതെ 21ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. ദൈനംദിനം ഇതുപോലെ നമുക്ക് കേരളത്തിൽ നമ്മൾ നിത്യം കാണുകയാണ്. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവരും ഇതുപോലെ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരൊക്കെ ഇത് മനസ്സിലാക്കാത്തത് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അപകടമാണ് ഇത്. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല. അന്നേരത്തെ നിങ്ങളുടെ ആ എടുത്തുചാട്ടത്തിലും അല്ലെ പണം മോഹിച്ചോ അല്ലെ ആ രീതിയിലുള്ള ഒരു ചാട്ടത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കുടുംബമായിട്ട് നിൽക്കുന്നവർ പലരും ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ ചാടിയിട്ട് ഹൗസ് വൈഫുകൾ അവർ കൊല്ലപ്പെടുകയോ അല്ലെ മറ്റേ ചാടിപ്പോവുകയോ പിന്നീട് മക്കളും ഭർത്താവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ ഒറ്റപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാഠം ഉൾക്കൊള്ളണം എല്ലാവരും. ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഒരിക്കലും ചാടരുത്. നിങ്ങൾക്ക് ചില സെക്ഷൽ ആയിട്ടുള്ള ചില ഇതൊക്കെ തോന്നാം. അതൊക്കെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഒതുക്കി കെട്ടി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഭാര്യാഭർത്താക്കന്മാരെ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് ഉത്തമം. അല്ലാത്ത ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല, കാണുന്നില്ല. ലോകം മുഴുവൻ അങ്ങനെയാണ്. ഏതായാലും ലോകത്തിലെ പല രാജ്യങ്ങളും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി പതുക്കെ പതുക്കെ അവർ നിയമപരമായി വളരെയധികം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഇവിടുത്തെ കുടുംബ പശ്ചാത്തലം, കുടുംബത്തിൻ്റെ ഭദ്രത, ഇവിടെ നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളുടെ അവരുടെ ചിന്തകൾ, വയസ്സുകാലത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള മനസ്സുള്ള ഇന്ത്യക്കാർ, ഇതൊക്കെയാണ് ലോകരാഷ്ട്രങ്ങൾ നമ്മളെ ഇന്നും അവരവിടെയൊക്കെ കൈവിട്ടു പോയിട്ട് വർഷങ്ങളായി. നമ്മളെ ഇന്നും ആൾക്കാർ ലോകത്തിൻ്റെ ഇതര രാജ്യത്തുള്ളവർ ഇന്ത്യക്കാരുടെ ഈ ജീവിത രീതി പകർത്താനാണ് ശ്രമിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ഇന്ത്യയുടെ നമ്മുടെ സാംസ്കാരികമായ നമ്മുടെ ഉന്നതി, നമ്മുടെ ഉന്നമനം ഒക്കെ കുടുംബത്തിൽ അധിഷ്ഠിതമാണ്. അതിൽ ചിന്നിച്ചിതറി പോകുന്ന കുടുംബങ്ങൾ തീർച്ചയായും അവർ ഒന്നും നേടാൻ പോകുന്നില്ല. അവർ കൊലപാതകത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് ചാടി ഈ ലോകത്തു നിന്ന് അവർ വിസ്മരിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം. ഇതുപോലെ പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും മൈനറായ കുട്ടികളും ഇതുപോലെയുള്ള ബന്ധത്തിൽ ചെന്ന് ചാടരുത്. അത് എത്രയോ പാഠം നമ്മൾ ഉൾക്കൊണ്ടു എന്നിട്ടും പഠിക്കുന്നില്ല. അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഐഷ റഷ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നോ അതോ ജിമ്മർ അവളെ കൊല്ലുകയായിരുന്നോ എന്നൊക്കെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ.